ഇനി നമുക്ക് ദേശീയ തലത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള വാർത്തകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹിൻഡൻബർഗ് ഒരു എക്സിൽ കുറിച്ചിരുന്നു. അതായത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ ഉടൻ ഉണ്ടാകുമെന്നുള്ളത്. അത് ആകാംക്ഷപൂർവ്വം എന്തായിരിക്കുമെന്ന് കാത്തിരിക്കുകയായിരുന്നു. കാരണം മുൻപുണ്ടായ ഒരു വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ, അത് അദാനിക്ക് വലിയ നഷ്ടം സംഭവിക്കുന്ന രീതിയിൽ, ഓഹരി വിപണികളിലൊക്കെ മൂല്യമിടിയുന്ന രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ തുടർച്ചയെന്നോണമുള്ള കാര്യമാണ് ഇപ്പോഴും അവർ പുറത്തുവിട്ടിരിക്കുന്നത്. അത് എന്തായാലും വലിയ ആയുധമാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് അദാനി ഷെൽ കമ്പനികളിൽ സെബി ചെയർപേഴ്സണ് നിക്ഷേപം ഉണ്ടെന്നാണ് ആരോപണം. കാരണം ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അത് അന്വേഷിക്കുന്ന ഏൽപ്പിച്ചിരുന്നത് സെബി ആയിരുന്നു. അപ്പോൾ സെബിയുടെ ചെയർപേഴ്സണ് തന്നെ അദാനി ഷെൽ കമ്പനികളിൽ നിക്ഷേപമുണ്ട് എന്ന് വരുമ്പോൾ ഏത് തരത്തിലുള്ളൊരു ടൈപ്പ് ആയിരിക്കും ഉണ്ടാവുക, വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുള്ളൊരു ശക്തമായ പ്രതിഷേധം, അപ്പോൾ തന്നെ ജമ്മു കാശ്മീരിലെ അനന്ത്നാഗിലെ ഭീകരാക്രമണം തുടങ്ങിയ വാർത്തകളൊക്കെ തന്നെയാണ് നൽകാനുള്ളത്. തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. തൗഫീഖ്, എന്തായാലും ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇനി വലിയ ചർച്ചകളിലേക്ക്, പ്രതിഷേധങ്ങളിലേക്കൊക്കെ പ്രതിപക്ഷം കടക്കുമെന്നുള്ളതിന്റെ ആദ്യ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു അല്ലേ? തീർച്ചയായും ജിൽസി, ഹിൻഡൻബർഗിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള അന്വേഷണം ഉൾപ്പെടെ പ്രതിപക്ഷം ഇപ്പോൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. സെബി ചെയർപേഴ്സൺ മാധബി ബച്ചുവിന്റെ അദാനി ഗ്രൂപ്പിന്റെ രഹസ്യ വിദേശ സ്ഥാപനങ്ങളിൽ ബന്ധമുണ്ടെന്നായിരുന്നു ഹിൻഡൻബർഗിന്റെ ഇന്നലത്തെ വെളിപ്പെടുത്തൽ പുറത്തു വന്നത്. ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അദാനി ഗ്രൂപ്പിന്റെ ഷെൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്നാണ് പ്രധാനമായും ഒരു ആരോപണം പുറത്തു വന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില രേഖകൾ കൂടി ഹിൻഡൻബർഗ് പുറത്തുവിടുകയും ചെയ്തിരുന്നു. മാധബി ബച്ചുവിനും ഭർത്താവിനും മൗറീഷ്യസിലും അതോടൊപ്പം തന്നെ ബർമൂഡയിലും നിക്ഷേപമുണ്ടെന്നും 2015 സിംഗപ്പൂരിലാണ് ആദ്യമായിട്ട് ഇവർ അക്കൗണ്ട് തുറന്നത് എന്നുമുള്ള വെളിപ്പെടുത്തലുകളായിരുന്നു ഇന്നലെ അവർ നടത്തിയത്. ഇതിന് പിന്നാലെയാണ് വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരിക്കുകയും ചെയ്തിരുന്നത്. സെബിയിൽ അംഗമാവുന്നതിന് തൊട്ടു മുമ്പ് അക്കൗണ്ട് കൈകാര്യം ചെയ്ത ചുമതല ഭർത്താവിന് നൽകിയെന്ന് കൂടി ഹിൻഡൻബർഗ് ഇന്നലെ പുറത്തുവിട്ട ഈ വിവരങ്ങളിൽ, റിപ്പോർട്ടിൽ വിശദമായി തന്നെ അവർ പറയുന്നുണ്ട്. അക്കൗണ്ട് നമ്പർ മാറ്റാൻ ധവാൽ ബച്ചു കമ്പനിക്ക് ഇമെയിൽ അയച്ചിരുന്നു. ഈ ഇമെയിൽ അയച്ചതിൻ്റെ വിവരങ്ങൾ കൂടി, അതിൻ്റെ രേഖകൾ കൂടി ഇന്നലെ പുറത്തുവിടുകയുണ്ടായി. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം ഇപ്പോൾ സെബിയുടെ ചെയർപേഴ്സൺ തള്ളുകയാണ്. ഇതൊരു പ്രതികാര നടപടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഹിൻഡൻബർഗിന് കാരണം കാണിക്കൽ നോട്ടീസ് നേരത്തെ സെബി അയച്ചിരുന്നു. ആദ്യം അദാനിയുമായി ബന്ധപ്പെട്ടുള്ള വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത്. അതിൻ്റെ ഒരു പ്രതികാരം എന്നോണമാണ് ഇപ്പോൾ പുതിയ ഒരു റിപ്പോർട്ടുമായി പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണെന്നാണ് ഇപ്പോൾ ചെയർപേഴ്സൺ തന്നെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷം ഇതിനെ വലിയ ആയുധമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്രവും അദാനിയും ഈ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം നിരന്തരമായിട്ട് പ്രതിപക്ഷം അദാനിക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു വരികയായിരുന്നു. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരന്തരമായി സഭക്കകത്തും പുറത്തുമെല്ലാം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ മോദിയെയും അദാനിയെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരമൊരു റിപ്പോർട്ട് ഹിൻഡൻബർഗിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷം ഇതിനെ ആയുധമാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യ ആരോപണത്തിൽ അദാനിയെ കുറ്റവിമുക്തയാക്കുക മാത്രമല്ല, ഹിൻഡൻബർഗിന് കാരണം കാണിക്കൽ നോട്ടീസും സെബി നൽകിയിരുന്നു. ഇതാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ളൊരു ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഈ സെബിയുടെ ചെയർപേഴ്സണായി മാധബി ബച്ചു ചുമതലയേറ്റതിന് പിന്നാലെ അദാനിയുമായിട്ടൊരു കൂടിക്കാഴ്ച നടന്നിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള അസാധാരണമുണ്ടെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അദാനിയുടെ ഭാഗത്തു നിന്നുകൊണ്ട്, അല്ലെങ്കിൽ കമ്പനിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഇതുവരെയുമായി ഒരു തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. തങ്ങളുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും പുറത്തുവിടാൻ തയ്യാറാണെന്ന് സെബിയുടെ ചെയർപേഴ്സൺ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.